സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഗൈസ് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. വേറെ ഒന്നും ഗൈസ് ഇല്ലിക്കലാണ് പോകാൻ പോകുന്നത്. അതിലൂടെ വേറെ 2-3 സ്ഥലം പോകുന്നുണ്ട്. നിങ്ങൾക്ക് പോകണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ ലേറ്റായി, നമുക്ക് നേരെ ഇനി പോവാം. ഓക്കെ, സോ അതിന് പിന്നെ ക്യാമറ ഒക്കെ എടുത്ത് ഗോപ്രോ ഉണ്ട്. സോ എല്ലാ വീഡിയോ കാണും. സോ മാക്സിമം കണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ് നമുക്ക് നേരെ ബൈക്ക് എടുക്കാം. സോ ഹേ ഗൈസ്, നമ്മളെന്താ മീറ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഗൈസ് നമ്മുടെ കൂടെ ഇന്ന് 15 ബൈക്കുകളാണ് ഉള്ളത്. ഫുള്ള് റോയൽ എൻഫീൽഡും ഫുള്ളല്ല, ലൈക്ക് ഒരു 2-3 റോയൽ എൻഫീൽഡും ബാക്കി ഡോമിനാറും പിന്നെ എൻ്റെ വണ്ടിയും കൂടെയാണ്. അതായത് 2 ഹിമാലയനും പിന്നെ ഒരു ഇൻ്റർസെപ്റ്റർ പിന്നെ ഒരു ഗൊറില്ല പിന്നെ മീറ്റിയോർ ഗൈസ്. ഇതാണ് നമ്മളെ റോയൽ എൻഫീൽഡിലെ ലൈനപ്പ്. പിന്നെ തന്നെ ഡോമിനാർ പിന്നെ സ്പീഡ് ലൈക്ക് ട്രയംഫ് തന്നെ 2 സ്ക്രാമ്പും സ്പീഡ് 400ഉം പിന്നെ ഗൈസ് ദാ റെഡ് റൂസ്റ്റേഴ്സിൻ്റെ ഒരു CB 350യും കൂടെ ഉണ്ട്. പിന്നെ ഗൈസ് ദാ മെയിനായിട്ട് എൻ്റെ അപ്രീലിയ തന്നെയാണ്. ഓക്കെ, എന്ന് മെയിനായിട്ടിരിക്കട്ടെ. എൻ്റെ സ്വന്തം വണ്ടിയില്ല, അതുകൊണ്ടാണ് മെയിൻ. എല്ലാവർക്കും സ്വന്തം വണ്ടിയില്ല മെയിൻ, അതുകൊണ്ട് എൻ്റെ വണ്ടി എനിക്ക് ഭയങ്കര പേരാണ്. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ തന്നെ ലൈക്ക് ഓൾറെഡി ലേറ്റായി, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓൾസോ ഇനി കുറച്ച് പേർക്കും കൂടെ വെയിറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ നൈറ്റ് ഷോട്ട് ഞാൻ അധികം കാണിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മഞ്ഞാണ് ഗൈസ്. ക്യാമറ മൊത്തത്തിൽ നല്ല രീതിക്ക് ബ്ലറാവുന്നുണ്ട്. നല്ല മഞ്ഞാണ്. നിങ്ങൾ എന്തായാലും ഇതുവരെ വരുവാണെങ്കിൽ നേരെ വന്നേക്ക് ഗൈസ്. നിങ്ങൾ വെയിറ്റ് അടിക്കേണ്ട, ഈ മാസം തന്നെ വന്നു കഴിഞ്ഞാൽ നൈസ് ക്ലൈമറ്റ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഫുള്ള് പോകായതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് നീ ബാക്കി ഇനി രാവിലത്തെ ഷോർട്സ് എല്ലാം കാണിച്ചിട്ടില്ലേ ഗൈസ്? ഡൈസ് അല്ലേ, ഇതായപ്പോൾ ഇതാണ് ഇവിടെ ഇല്ലിക്കൽ താഴെ എത്തിയിട്ടുള്ളൂ, മുകളിലെത്തിയിട്ടില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല വൈബാണ്. ഫുള്ള് മഞ്ഞാണ് റോഡിൽ. നല്ല രീതിക്ക് റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വൈബായിട്ട് പോകുന്നുണ്ട് ഗൈസ്. ഭയങ്കര മഞ്ഞൊക്കെ ആയിട്ട് ചില റോഡ് കാണാൻ പറ്റുന്ന രീതിക്ക് പറ്റും, പക്ഷേ എന്നാലും നല്ല രീതിക്ക് ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും വന്നേക്ക്. നൈസ് ക്ലൈമറ്റ് ആണ്, നിങ്ങൾക്ക് കണ്ടില്ല ഇതാ താഴെ തന്നെ നല്ല രീതിക്ക് ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വൃത്തികെട്ട പണി കിട്ടിച്ചോണ്ട് പഞ്ചറായിട്ട് ടയർ ഒരു വൃത്തിയായിട്ടാണ് സീനില്ല. 8 മണി വരെ ഇനി എന്നിട്ടേ തുറക്കത്തുള്ളൂ, എന്നിട്ടേ കാര്യത്തുള്ളൂ. കാരണം ശരി, ഈ പഞ്ചറായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുണ്ടിയാണ്. ടയർ പക്കാവും, പിന്നെ പോകാൻ പറ്റില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇല്ലിക്കല്ലിലേക്ക് പോകുന്ന വഴിയാണ്. എൻ്റെ കൂടെ ഇന്ന് എസ് ഉണ്ട്, നമ്മുടെ മെയിൻ യൂട്യൂബർ റോക്കപ്പോളുണ്ട്, പിന്നെ അവനെ വേണ്ട. അപ്പോൾ ഇന്ന് നമ്മളെ ആണി ഇവിടെ എവിടെ ഒരു ആണി കിടപ്പുണ്ട്. ഈ പഞ്ചർ കടയിലാണ് നമ്മൾ പഞ്ചർ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മള് അപ്പൊ പിന്നെ ഇവിടെ ഊമ്പാല ഇവിടെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാണ്. പഞ്ചറട എവിടെ? ആ ഫ്രണ്ടിലോ ബാക്കിലോ ഉണ്ടാ. ഈ കാട്ട് കഴിവേറിക്ക് അറിഞ്ഞ ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു നീ പഞ്ചർ മുമ്പാനാണ് ഇവിടെ നിൽക്കണേ. നീ ഇപ്പൊ കഴിച്ചില്ല ഇറങ്ങിയത്? ആ, ഞാൻ കഴിക്കാല്ലോ. അത് പഞ്ചറട അടുത്താണ് കഴിക്കണേന്നല്ലേ പറഞ്ഞേ. സോ ഹേസാണ് ഘാട്ടിൻ്റെ അടിച്ച് കഴിഞ്ഞിട്ടാണ്. ഓൾസോ നേരത്തെ വ്ലോഗ് എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് കുറച്ച് നല്ല ഭാഷ ഇത് വരാത്തത്. ഇനിവേ നമ്മൾ ഭയമായ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റോ ആട്ടൊക്കെ ഇടാന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേസ് ശല്യമെങ്കിൽ സോറി, കാരണം വീട്ടായിട്ട് കാണുവാണെങ്കിൽ സോറി കേസ്. എനിവേ നമുക്കിതാ പഞ്ചറും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അമ്മ ഞാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട് കേസ്, കാരണം ക്ലൈമറ്റ് ഇച്ചിരി ഇപ്പം ചൂടായി. ഫുള്ള് വെയിലൊക്കെ വന്നിട്ട് കുറച്ച് ചൂടാണ്. ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞ അമ്മ അടുത്ത്, കാരണം ഇവിടെ നിന്ന് 30 ഉണ്ട് ഒറ്റയ്ക്ക് പോകാൻ ചെയ്യണം. സോ കേസ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഇല്ലിക്കൽക്കാരിൻ്റെ റൂട്ട് കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈസ് ഒരു കാര്യം, ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഇല്ലിക്കൽ കല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് സെയിം ഇതേപോലെ ഫ്രണ്ട്സിനോടാണ് വന്നത്. ഇത്രയും പേരല്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അന്ന് ബൈക്കിൽ ഒരു അപ്പറിലെ SR 150 ആണ് കൈസ്. ആ ഒരു നല്ലൊരു സ്കൂട്ടർ തന്നെയാണത്, ഒരു ടോപ്പ് ലെവൽ സ്കൂട്ടറാണ് സ്കൂട്ടറിൻ്റെ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഞാൻ അതും കൊണ്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവരാണെങ്കിൽ ഒരു ഹിമാലയൻ ഉണ്ട്, ഒരു ഹിമാലയൻ 450 പുതിയ ഹിമാലയൻ ഉണ്ട്. അതും പിന്നെ വേറൊരു 100ലാണ് നമ്മളത് 3 വണ്ടിയുടെ വന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും എൻ്റെ സ്കൂട്ടർ കൊണ്ടൊന്നല്ലേ. ഇപ്പോൾ ഇവന്മാരെ കൂടെ ഞാൻ സ്കൂട്ടർ വണ്ടി വെച്ചേക്കാണ്, അതായത് ബൈക്കിൻ്റെ ഉടനെ വെച്ചേക്കാണ്. അത് ഒരുത്തൻ പറഞ്ഞു, അതായത് തിന്നു എൻ്റെ ഫ്രണ്ടിനെയാണ്. അത് ജസ്റ്റ് കോമഡിക്ക് പറയാം. അവൻ പറഞ്ഞ് ഈ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു, ഫ്രെയിമിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് സാധനം മണ്ണായിട്ടൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് എന്തായാലും എനിക്ക് ചെറിയൊരു വിഷമമായ കേസ്. എന്തായാലും വണ്ടി കൊണ്ടുവന്നേ ഞാനൊരു പറയുമ്പോൾ എനിക്ക് ബാഡായി മനസ്സിലായ. അന്ന് ഞാൻ അടുത്ത് പറഞ്ഞാൽ ഇവിടെ എന്തായാലും വണ്ടി കൊണ്ടുവരും, ഒരു 6 കൊണ്ടുവരും അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും 6 എടുത്തില്ല, കാരണം അതെടുത്തിരുന്നെങ്കിൽ ഇതാ ഇവിടെ വല്ല കൊണ്ടുവരണമെങ്കിൽ മൈലേജ് ഇല്ലാണ്ട് ഞാൻ മുടിഞ്ഞു പോകും. അവൾ 6 എടുത്തിട്ടില്ല. പക്ഷേ അതിന് പകരം അപ്പുറം ഞാൻ ബൈക്ക് എടുത്തിട്ടുണ്ട്. എനിവേ കേസ് ഹിമാലയ കാട്ടി വണ്ടി ഇത് തന്നെയാണ് ടോപ്പ്. എനിവേ സെഗ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും, പക്ഷേ എനിവേ കേസ് ഇത് തന്നെയാണ് ടോപ്പ്. മനസ്സിലായത്? ലൈക്ക് ഹിമാലയൻ ഉള്ള ആൾക്കാർ തുടങ്ങി നിങ്ങളെ ഹേറ്റ് പറയത്തുമല്ല, അവനായിട്ടുള്ളൊരു റിവഞ്ചാണ് എനിക്കിത്. ഇവിടെ വരുമ്പോൾ ഞാൻ കുറേ പറഞ്ഞായിരുന്നു ഈ കാര്യം വെച്ചിട്ട്. എനിക്കിത് ഭയങ്കര സന്തോഷം കേസ് ഈ ഒരു കാര്യത്തിൽ. കാരണം വെച്ചാൽ അന്ന് ഈ സ്കൂട്ടറുള്ള ആൾക്കാർ പെട്ടെന്ന് ബൈക്ക് എടുക്കുമ്പോൾ അവർ കുറച്ച് റിലേറ്റ് ആവും, മനസ്സിലാകും.
ഇത് ഈ സ്കൂട്ടറിൽ നിന്ന് പോകുമ്പോൾ എന്താ റിലേറ്റാണ്. വേറെ സ്കൂട്ടറുള്ള അമ്മമാർ പറയാം, ബൈക്കുള്ള അമ്മമാർ ചുമ്മാ വല്ലതും പറയും, മതി ചുമ്മാ ഫണ്ണിനെല്ലാം പറയും. ഇതും ഫണ്ട് തന്നെയാണ്. അപ്പോൾ ബൈക്കെടുത്ത ഒരു സന്തോഷം കേസ്. ഇത് ചെറിയ സ്റ്റോറി ഇടാനോ ലൈക്ക് എനിക്ക് ഇപ്പോൾ ഓർമ്മ പറഞ്ഞാൽ എനിക്ക് നമുക്ക് എന്തായാലും കേസ് റൈഡ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടുത്തെ റോളൊക്കെ ചാടി പോകണുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോ, നമ്മൾ നൈസിനായിട്ട് ഒരു കാണാണ്ട് ഒരു സ്ഥലത്തൊക്കെ ചാടിയിട്ടുണ്ട്. ഇതേപോലെ അവിടെ സൂക്ഷിച്ച് പോകണമായിരിക്കും നല്ലത്. മറ്റേ ജസ്റ്റ് ഇവിടെ സ്പീഡ് ബ്രേക്കിൻ്റെ ആയിരിക്കും, ഒരു കുഴിയൂർ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കയറി ചാടിക്കഴിഞ്ഞാൽ ചാടാൻ നല്ല ചാൻസ് ഉണ്ട് കേസ്. നമ്മളെന്തായാലും ഒരു വട്ടം ചാടി. ഇതേപോലെ ചാടി പോയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആണെങ്കിൽ ഫണ്ടിന് വലിയ എടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ സൂക്ഷിച്ച് കൺട്രോൾ ചെയ്യുക. കൺട്രോളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകും. അത് ലാസ്റ്റ് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് സൂക്ഷിച്ച് പോവാം. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ബാക്കി റൈഡും വീഡിയോ കാണിച്ചു തരാം. ഞാൻ എന്തായാലും സംസാരിക്കുന്ന കേസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗോപ്രോൻ്റെ മൈക്ക് എന്തായാലും ഫുള്ള് കാറ്റൊക്കെ ആയിട്ട് എൻ്റെ ശബ്ദം പോലും മര്യാദയ്ക്ക് കേട്ടുകൂടാ. അതുകൊണ്ടാണ് എല്ലാം ഉണ്ട്. എന്തായാലും അല്ലേ. പക്ഷേ വെയിൽ ഭയങ്കര വെയിൽ. പിന്നെ മുകളിലോട്ട് മുകളിൽ കയറാൻ പോണേ. ഏറ്റവും മുകളിൽ മുറയാൻ ഇരിക്കുന്നുണ്ട്. നമ്മളവിടെ എപ്പോൾ പോകാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര വെയിൽ. ഇതേപോലെ ഒരു മല കയറി എനിക്ക് ഡീഹൈഡ്രേഷൻ അടിച്ച് ചത്തതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. നോക്കിട്ട് കയറാം. ഇപ്പോഴത്തേം പോലെ തന്നെ കുറച്ച് നൈസായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ മോനെ ഇവിടെ എത്ര നേരം വേണമെങ്കിൽ പീസായിട്ടിരിക്കുകയാണ്. ഒരു സീനുമില്ല. ഇത്രയും ബൈക്കുണ്ട്. അല്ലടാ കുറച്ചാണ് നീ നൈസായിരുന്നല്ലേ. പഞ്ചർ ഇനി പഞ്ചറിനെ പറയണം. എന്റെ വണ്ടി പറയട്ടെ. നീ പഞ്ചർ വരാതിരിക്കാം, നമ്മളെ കയ്യിലല്ലോ. അവസ്ഥ ഇനി എന്തായാലും റിവഞ്ചിന് ഒരുത്ത അവിടെ നിൽക്കണം. അത് കുറച്ച് എനിക്ക് അത് ആ സൈഡിൽ വെച്ചാണ് എൻ്റെ റിവഞ്ചിൻ്റെ കഥ. എൻ്റെ പാവപ്പെട്ട SR 150 അപ്പറിൽ ഒരു തെണ്ടി ഇതാ വർണ്ണ കഴിവേറിയില്ല. ഇവൻ പിന്നെ ഞാൻ കഴിവേറിനെ പറയല്ലോ. വേറെ തെണ്ടിയാ തില്ലു. ഈ തടിയനല്ല ഇവിടെ തുല്ലു എന്ന് പറയുന്നത് ഇവൻ. ഈ മണ്ടനാണ് ഞാൻ എൻ്റെ വണ്ടി കുറ്റം പറഞ്ഞത്. എന്നാ എൻ്റെ വണ്ടി തരുന്ന നല്ല കാര്യത്തിലാണ്. അങ്ങനെ ആ വണ്ടി ദൈവം ഓട്ടിക്കുകയാണ്. ഇനി എന്തായാലും എനിക്ക് മാർക്ക് ഞാൻ ഡ്രോൺ ഷോറിനെ കാണിച്ചത് ഫോണല്ലേ. ഫിറ്റ്നസ് സ്പോട്ടിൽ വണ്ടികൾ നിർത്തി വീഡിയോ എടുക്കുന്നുണ്ട്. 2 വണ്ടികൾ നാളെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. കുറേ നല്ല ഫോട്ടോസ് കിട്ടും. ഇനി ആ ഒരു കേൾക്കുക കുറേ പണം വരിക വണ്ടി ഇവിടെ എന്താ വരുന്നില്ലേ. കുറേ ചില്ലം പടങ്ങൾ ഇടുന്നുണ്ട്. ഇതൊക്കെ നോർമൽ പടം. പക്ഷേ ഇതാണ് നൈസ്. ഞാൻ റോയടുത്തൊക്കെ പോകാനിരിക്കുമ്പോൾ എന്തായാലും സംഭവം നല്ല വൈപ്പാട്ടുണ്ട് ഗൈസ്. വരും എനിക്ക് അറിയാം റോമാൻ വരും. പക്ഷെ നല്ല വ്യൂ ഉണ്ടല്ലേ. ഓ നൈസ് വ്യൂ ആണ്. കൊള്ളാം, അടിപൊളി. എന്തായാലും സത്യം പറഞ്ഞാൽ ഇവിടെ ബാരിക്കേഡൊക്കെ വയ്ക്കേണ്ടതാണ്. റോമാൻ ഒരു മയിലും വെച്ചിട്ടില്ല. പറന്നു വന്നാ ചത്ത്. ഇനിയിപ്പോൾ കുറച്ച് നൈസാണ് വീടുകൾ പറ്റും. എൻ്റെ കൊണ്ടുപോയി ഇനിയും കുറേ പേര് വരാനുണ്ട്. അവന്മാർക്ക് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം.
നമ്മളിനി നേരെ ഒരു വാട്ടർഫോളിൽ പോകാൻ പോവുകയാണ്. ഈ ഒരു വാട്ടർഫോൾ കഴിച്ച് ഒരു സ്പ്രേ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾക്ക് എന്നാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഈ കുറച്ച് അകത്തോട്ട് പോകണം കേസ് ഈ ഒരു വാട്ടർഫോളിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോസ് എല്ലാം കാണാം. ഞാൻ മാക്സിമം വീഡിയോ ഒരു 10-15 മിനിറ്റ് നിർത്താൻ നോക്കാം, എന്നിട്ട് പാർട്ട് 2 ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും കേസ്. അത്യാവശ്യമുള്ള വീഡിയോ ഉണ്ട്. ഈ നമ്മൾ നേരെ വാഗമണും കൂടെ പോകുന്നുണ്ട് കേസ്, അത് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യും. ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞ് ഏതൊക്കെ അട്ടി വഴി നമ്മൾ പോവുകയാണ്. അമ്മയുടെ താഴെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിനർത്ഥം അമ്മ കണ്ട് ചത്ത് ഇപ്പോൾ അത് വീണ കാരണം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അതായത് എൻ്റെ ഫോണും ഉണ്ട്, എൻ്റെ ഹെൽമെറ്റും ഉണ്ട്. എൻ്റെ ഹെൽമെറ്റ് അത് ഗോപ്രോ ഉള്ളതുകൊണ്ട് ഞാൻ വച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഇനി ഞാൻ ഈ രണ്ടും പിടിച്ചുകൊണ്ട് ഞാൻ അടിച്ച് വീഴും. അല്ലെങ്കിൽ ഞാൻ ഹെൽമെറ്റ് എന്താ അവൻ്റെ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തായാലും കേസ് നിങ്ങൾക്ക് താഴെ എത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഫുള്ള് കറക്റ്റ് കാണിച്ചത്, അതായത് വാട്ടർഫോൾ എത്തിയിട്ട് അമ്മനെ കാണാനില്ല, അതാണ് കാര്യം. ഇപ്പൊ ഞാനും ഇവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇറങ്ങട്ടെ, ബാക്കി വീഡിയോ വേറെ എടുക്കുമായിരിക്കും, നമുക്ക് നോക്കാം. എന്നാലും കുറെ കഷ്ടപ്പെട്ട് ഇറങ്ങി കിട്ടിയ സ്പോട്ടാണ്, അതുകൊണ്ട് എന്തായാലും ഇറങ്ങട്ടെന്ന് വിചാരിച്ചത്. ഇറങ്ങിക്ക് സ്കൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബസ് വേറെ വീഡിയോ എടുക്കാം. ഭാവിയിലെ ഫ്യൂച്ചർ ബോക്സറാണ്. ഇതിൻ്റെ അകത്തോട്ട് വരാൻ വേണ്ടി വഴിയൊന്നുമില്ല, ഒരു കാട്ടിൻ്റെ അകത്തോടെ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അത്യാവശ്യം നൈസുള്ള വ്യൂവും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് മുകളിലോട്ടും കൂടെ പോയി കഴിഞ്ഞാൽ 2-3 വെള്ളച്ചാട്ടമൊക്കെ കൊണ്ട് ബൈ പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് വഴിയെല്ലാം കയറി കാടും കയറി അറ്റം വരണം, ആ ഒറ്റ പ്രശ്നം. ഗൈസ് ഇങ്ങനെ വാട്ടർഫോളൊക്കെ ഇറങ്ങിയതിന് ശേഷം ഫുള്ള് തളർന്നില്ലാണ്ടായിട്ടുണ്ട്. അതിന് ശേഷം എല്ലാ ഗോപ്രോയും എല്ലാം ഓഫായി. നമ്മളിപ്പോൾ നേരെ വാഗമണിൽ വന്നിട്ടുണ്ട്. അതിനുള്ള വീഡിയോയിൽ ഞങ്ങൾക്ക് അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം. ഇവിടെ എത്തിയുള്ള കേസ് ബാറ്ററി മാറ്റി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു സ്പോട്ട് ചെയ്തിട്ട് കിടക്കുകയാണ്. കാരണം വെച്ചാൽ ഉറക്കം അത് ഇല്ലാണ്ടായിരുന്നു. കൂടുതൽ കണ്ടു കഞ്ചാ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ നമ്മളുടെ ബൈക്കിൽ കണ്ടു കേട്ടോ, അല്ലെങ്കിൽ ഗൊറില്ല അവിടെ താഴെ വീഴാണ്ടിരുന്ന അവനെ കൊള്ളാം. എനിവേ കേസ് നമുക്ക് ഈ ജസ്റ്റ് ഒരു പവർ നാപ്പ് എടുത്തിട്ട് കാണുക. മിക്കവാറും ബ്ലോഗ് കുറച്ച് കഴിഞ്ഞ് എൻഡ് ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിക്ക് ലെങ്താവും. ഉറങ്ങിയെല്ലാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഫ്രഷൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ആ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കേസ് 15 മിനിറ്റ് ആയി, 15 മിനിറ്റ് അടുപ്പിച്ചായി. അതുകൊണ്ട് ആ വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ വാഗമൺ വഴി നേരെ തിരിച്ച് പോകാൻ പോവുകയാണ്. ജസ്റ്റ് കുറച്ച് വ്യൂ ഒക്കെ ഈ രണ്ടാമത്തെ ബ്ലോഗ് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഗൈസ് അത് കാണാൻ വേണ്ടി ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒരു ഫസ്റ്റ് ലോങ് വ്ലോഗാണ്, സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് ബൈ ബൈ, ലവ് യു, സബ്സ്ക്രൈബ് ചെയ്യണം.